സത്യനന്ദക്കാട് വോട്ട് രേഖപ്പെടുത്താം. സത്യനന്ദക്കാടൊക്കെ അവിടെ വന്ന് ഒരു 10 മിനിറ്റോളം ക്യൂവിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ക്യൂവിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി അന്തിക്കാടാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. റാഫി കരീം വിവരങ്ങളുമായി ചേർന്നു. റാഫി, സത്യനന്ദക്കാടിന് 10 മിനിറ്റ് അവിടെ നിന്ന് വോട്ട് ക്യൂ നിൽക്കേണ്ടി വന്നു അല്ലേ? സന്ദേശം പോലുള്ള സിനിമകൾ ഇപ്പോഴും രാഷ്ട്രീയ സറ്റയറായി ചർച്ച ചെയ്യപ്പെടുന്ന സിനിമകളുള്ളപ്പോൾ സത്യനന്ദക്കാട് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമോ റാഫി? മാധ്യമങ്ങളോട് സംസാരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ തിരക്കുണ്ടായിരുന്നില്ല, എന്നാൽ പോലും അല്പം ഒന്ന് ക്യൂവിൽ നിന്നതിന് ശേഷമാണ് സത്യനന്ദിക്കാട് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തുന്നത്. അന്തിക്കാട് പഞ്ചായത്തിലെ അന്തിക്കാട് ബൂത്തിലാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് വോട്ട് രേഖപ്പെടുത്താനായിട്ട്. എന്തായാലും നേരത്തെ തന്നെ അദ്ദേഹം അറിയിച്ചിട്ട് 10:30 എത്തുമെന്നുള്ള വിവരം കൃത്യസമയത്ത് തന്നെ എത്തി. ഒരല്പസമയം കാത്തു നിന്ന ശേഷം ഇപ്പോൾ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം അകത്തേക്ക് ഈ പോളിംഗ് ബൂത്തിലേക്ക് കയറിയിട്ടുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ മക്കളുണ്ടായിരുന്നു, മകൻ അനൂപ് ഉണ്ടായിരുന്നു. അനൂപ് സംവിധായകനാണ്. ഇപ്പോൾ ഇതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങി വന്നതിന് ശേഷം മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഇവിടെ ഈ അല്പസമയം മുൻപ് മന്ത്രി കെ രാജൻ അടക്കമുള്ളവർ വോട്ട് രേഖപ്പെടുത്തി ഏകദേശം അരമണിക്കൂർ സമയം കാത്തുനിന്ന ശേഷമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ആ നിലയിലുള്ള തിരക്ക് പോളിംഗ് ബൂത്തുകളിൽ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ആളുകൾ രാവിലെ മുതൽ പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി എത്തിയിരുന്നു. അത് വലിയ തിരക്കുണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ സത്യനന്ദിക്കാട് വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. സന്ദേശം പോലുള്ള സത്യനന്ദിക്കാട് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മടങ്ങുകയാണ്. ഒട്ടുമിക്ക വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ജില്ലകളും സത്യനന്ദിക്കാട് മാധ്യമങ്ങൾ സംസാരിക്കുമെന്ന് ആരും അറിയില്ല. സത്യനന്ദിക്കാട് ഇപ്പോൾ ദിലീപ് വിഷയത്തിലൊക്കെ സത്യനന്ദിക്കാടിൻ്റെ പ്രതികരണം കാര്യമേ ഒന്നും കണ്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കാൻ ചോദ്യങ്ങളുണ്ട്. സത്യനന്ദിക്കാടിനെ ഫോളോ ചെയ്യുന്നുണ്ട് മാധ്യമങ്ങൾ പ്രതികരണത്തിനായി. അപ്പോൾ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും വോട്ടർമാരുടെ നീണ്ട നിര ഇപ്പോൾ തന്നെ പ്രകടമാണ്. പോളിംഗ് ശതമാനത്തിലും അത് പ്രതിഫലിക്കുന്നുണ്ട്. തൃശ്ശൂർ 24.66% പോളിംഗ്, പാലക്കാട് 25.38%, മലപ്പുറത്ത് 26.24%, കോഴിക്കോട് 25.28%, വയനാട് 24.38, കണ്ണൂർ 24.08, കാസർഗോഡ് 24.19%. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ 26.24% പോളിംഗാണ്. ഇത് 10 മണി വരെയുള്ള കണക്കാണ്. ആദ്യ 3 മണിക്കൂറിലെ കണക്കാണ് പുറത്തു വരുമ്പോൾ ഇത്രയും വലിയ പോളിംഗ് ശതമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അത് ഉറപ്പായും 2020 പോളിംഗ് ശതമാനത്തിന് മുകളിലേക്ക് ഈ കാര്യങ്ങൾ പോകുമെന്ന് നമുക്ക് ആദ്യ 3 മണിക്കൂറിലെ കണക്ക് വരുമ്പോൾ തന്നെ കൃത്യമായി പറയാം. സത്യനന്ദിക്കാടിന്റെ പ്രതികരണം. ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് പ്രചരണങ്ങൾ പലതും ഉണ്ടാവാം. പക്ഷെ നമ്മുടെ മനസ്സിലൊരു രാഷ്ട്രീയമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു തീരുമാനമുണ്ട്. ആരായിരിക്കണം നമ്മുടെ തദ്ദേശ ഭരണത്തിൽ നമ്മൾ സഹായിക്കേണ്ടത്, നിയമസഭയിൽ ആരാണ്, ലോക്സഭയിൽ ആരാണെന്നൊക്കെ നമ്മൾ മനസ്സിലൊരു കണക്കുകൂട്ടലുണ്ടാവും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രചാരണങ്ങൾക്കൊക്കെ അപ്പുറത്താണ്. എനിക്ക് തോന്നുന്നു മലയാളിക്ക് എല്ലാവർക്കും അവരവരുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടാകും, ആരാണ് ഇത്തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത്, ആരാണ് വരേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത്തരമൊരു തീരുമാനമുള്ളതുകൊണ്ട് ഞാനൊരിക്കലും ഈ അവകാശം നഷ്ടപ്പെടുത്താറില്ല. അതാണ് പ്രധാനമായിട്ടുള്ള. ബാക്കിയൊന്നും സന്തോഷം. ബാക്കി വേറെ പ്രത്യേകിച്ച് നമ്മൾ വന്നു എന്നുള്ളത് തന്നെയാണ്. അന്തിക്കാട് ഞാൻ പഠിച്ച സ്കൂളാണിത്, എൻ്റെ മക്കൾ പഠിച്ച സ്കൂളാണ്, എൻ്റെ ഭാര്യ പഠിച്ച സ്കൂളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഗവൺമെൻറ് LP സ്കൂളിനോട് നമുക്കൊരു പ്രത്യേക സ്നേഹമുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഇലക്ഷന് വരിക, വോട്ട് ചെയ്യാൻ വരിക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമുക്ക് ഇപ്പോഴും ഈ കേരളത്തിൻ്റെ പുരോഗതി, കേരളത്തിന് മാത്രമല്ല ഏത് നാട്ടിൻ്റെയും പുരോഗതി നമ്മളെ ഭരിക്കുന്ന ആളുകൾ അനുസരിച്ചിരിക്കും. അപ്പോൾ എല്ലാവർക്കും സുഗമമായൊരു ജീവിതം, നമ്മുടെ ജീവിതത്തിന് സുരക്ഷിതത്വം ഉണ്ടാവുക എന്നുള്ളതാണ് ലക്ഷ്യം. പിന്നെ പ്രത്യേകിച്ചും അന്തിക്കാട് എന്ന് പറയുന്നൊരു കാർഷിക ഗ്രാമമാണ്. നമുക്ക് ഈ പഞ്ചായത്ത് ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഞാൻ ഈ സിനിമ മാത്രമല്ല, ഇടയ്ക്ക് കുറച്ച് കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് അന്തിക്കാട് കൂടുതൽ കാർഷിക വികസനത്തിനും പിന്നെ നമ്മുടെ റോഡുകളും ഒക്കെ വികസനത്തിനൊക്കെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആളുകളാണ് വരേണ്ടത്. അപ്പോൾ അതിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമുക്ക് നല്ല വ്യക്തികളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, അതൊക്കെ വന്നു കഴിഞ്ഞല്ലേ എത്രയോ ആൾക്കാർ. ഞാനതിനൊന്നും അത്ര അങ്ങനെ ഇടപെടാറില്ലല്ലോ സാധാരണ. അല്ല, ആ വിധി വന്നു കഴിഞ്ഞല്ലോ. ഒരു കേസ് വന്നു, ആ കേസിന് കോടതി വിധിച്ചു. ആ വിധി നമ്മളെല്ലാം കണ്ടു. അതിൽ നേരിട്ട് കുറ്റക്കാരായവരെ മുഴുവൻ ശിക്ഷിച്ചു. അത് നമ്മളതിനെ ബഹുമാനിക്കുന്നു. ആ വിധിയെ നമ്മൾ കോടതി നമ്മൾ ബഹുമാനിക്കുന്നു. അതിനപ്പുറത്തൊന്നും അതൊന്നും നമ്മുടെ വിഷയമല്ല. അല്ല, നമുക്കിനിയും നീതി ലഭിച്ചു എന്നിപ്പോൾ ഞാൻ
ശരിക്കും പറഞ്ഞാൽ കോടതിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഒരുപാട് തെളിവുകളും സാക്ഷികളും അല്ലെങ്കിൽ രേഖകളൊക്കെ പരിശോധിച്ചിട്ടാണ് കോടതി ഒരു വിധി പറഞ്ഞിട്ടുള്ളത്. അത് തെറ്റാണെന്ന് പറയാനായിട്ട് നമ്മളല്ല, എനിക്ക് അറിയാവുന്നത് കോടതിക്ക് അപ്പുറത്ത് എനിക്കൊന്നും അറിയില്ല. അപ്പോൾ കോടതിയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇനി അതിന് എതിരഭിപ്രായമുള്ളവർക്ക് മേൽക്കോടതികളിലേക്ക് പോകാമല്ലോ, അങ്ങനെയാണ്. അതൊക്കെ വേറെ വിഷയങ്ങളല്ലേ, അതൊന്നും നമ്മളിപ്പോൾ പറയേണ്ട കാര്യങ്ങളല്ല. ഇപ്പോൾ ദിലീപ് തെറ്റുകാരനല്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോടതിയുടെ ബോധ്യം, കോടതിയുടെ അറിവാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് കോടതിയിൽ വിശ്വാസമുണ്ട്, കോടതിയിൽ ബഹുമാനമുണ്ട്. അപ്പം ഇനി അതിന് മറിച്ച അഭിപ്രായമുള്ള ആൾക്കാർ മറ്റ് നിയമ നടപടികളിലേക്ക് പോട്ടെ എന്നുള്ളതാണ്. മറ്റത് സംഘടനാ പ്രവർത്തനങ്ങൾ, ഞാനിപ്പോൾ സിനിമയുടെ സംഘടനകളിൽ ഞാൻ അങ്ങനെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളല്ല. അതൊക്കെ ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ സംസാര വിഷയമായതുകൊണ്ട് വരുന്നതാണ്. അല്ലാതെ ഇപ്പോൾ ദിലീപ് ഫക്കയിൽ തിരിച്ചു വരുന്നു അല്ലെങ്കിൽ അമ്മയിൽ തിരിച്ചു വരുന്നു എന്നുള്ളതൊന്നും ഇപ്പോൾ പറയേണ്ട വിഷയമല്ല. ദാറ്റ്സ് ഓൾ. ഓക്കെ. സംവിധായകൻ സത്യൻ അന്തിക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അന്തിക്കാട് അദ്ദേഹം പഠിച്ച, അദ്ദേഹത്തിന്റെ ഭാര്യ പഠിച്ച, അദ്ദേഹത്തിന്റെ മക്കൾ പഠിച്ച സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള സന്തോഷം അദ്ദേഹം പറയുകയും ചെയ്തു. ബാക്കി കാര്യങ്ങൾ പറഞ്ഞു. തൃശ്ശൂരിൽ എന്തായാലും പോളിംഗ് ശതമാനം, തൃശ്ശൂരാണ് സത്യൻ അന്തിക്കാട് വോട്ട് ചെയ്തത്. പോളിംഗ് ശതമാനം ഉയരുകയാണ്. അവിടെ 25.6% ഏറ്റവും ഒടുവിൽ തൃശ്ശൂരിൽ വരുന്ന പോളിംഗ് ശതമാനം. എല്ലാ സ്ഥലങ്ങളിലും ഈ പറയുന്ന 24, 25, 26 റേഞ്ചിലേക്ക് ഉയരുകയാണ് പോളിംഗ് ശതമാനം. ആദ്യ 10 വരെയുള്ള കണക്ക് പറയുമ്പോഴാണ്. ഇനി ഏറ്റവും ഒടുവിലത്തെ കണക്ക് കൂടി വരുമ്പോൾ കുറച്ചുകൂടി അത് ഉയരാനും ഇടയുണ്ട്. പാലക്കാട് 25.38%, വയനാട് 24.28%, കണ്ണൂർ 23.89%, കാസർഗോഡ് 24.09%. അങ്ങനെ ഓരോ ജില്ലകളിലും ഓരോ അരമണിക്കൂർ കഴിയുമ്പോഴും പോളിംഗ് ശതമാനം അത്യാവശ്യം നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഗണ്യമായ തോതിൽ തന്നെ ഉയരുന്ന കാഴ്ച ആദ്യ മണിക്കൂറുകളിൽ പ്രകടമാകുന്നുണ്ട്. 7 മണിക്ക് വോട്ടെടുപ്പ് തുടങ്ങി, 8, 9, 10:45 ആവുന്നു. ഇപ്പം 3.25 മണിക്കൂർ കഴിയുന്നു. അപ്പോൾ ഇത് 2020 പോളിംഗ് ശതമാനത്തിന് മുകളിലേക്ക് പോകുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പിക്കാം. കാര്യം അത്രത്തോളം വലിയ അടിത്തട്ട് പ്രചരണം, മുകൾ തട്ട്, ഈ രാഹുൽ മാങ്കൂട്ടവും ക്ഷേത്രക്കൊള്ളയും പോലുള്ള വിഷയങ്ങളുള്ള പ്രചരണം, അങ്ങനെ വളരെ സജീവമായ പ്രചരണ കാലയളവിന്റെ പ്രതിഫലനം പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരായി പ്രകടമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.